എത്ര പെട്ടെന്നാ നേരം വെളുക്കണത്. ഒന്നുണ്ട് കണ്ണി മുമ്പോത്തേ നേരം വെളുത്ത്. ആ പെണ്ണ് ഒറ്റക്കാണ് അടുക്കളയില്. കണി നേരെ വെളുത്താക്ക് വെച്ച എന്തെങ്കിലും ഉടുക്കാന്നുണ്ടെ കുറച്ചും കൂടി കഴിയണം. ഞാനൊന്ന് ശരിയായി കിട്ടണെങ്കി. പെണ്ണാണല്ലോ വിളിക്കുന്നു. എന്താ പറ്റിയാണാവോ? അല്ലേ ആണ്ട് വിളിച്ചാൽ എടുക്കാത്തോളാം. ഹലോ. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്. ആൾക്ക് അങ്ങോട്ട് വിളിച്ചാല് മാത്രല്ലേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങോട്ടൊന്നും വിളിക്കുകയും ചെയ്യൂലല്ലോ. ആൾക്ക് നേരം ഉണ്ടാവൂല വിളിച്ചാല്. ആൾക്ക് വലിയ ഉദ്യോഗല്ലേ. വരുന്നുണ്ടോ? എന്താ പറ്റിയ ഇപ്പൊ വരാനി? എന്നിട്ട് എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? 4 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. കൊറേ ആയില്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട്. പണിയോ അതാ ഓള് എടുക്കണേ. എനിക്കാണെങ്കിൽ നേരം വെളുത്താ നീച്ചക്ക് തീരെ വെച്ചാതാവും. പിന്നെ ഇന്ന് കുറച്ച് ചെയ്യണം. ഒന്ന് നേരം ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അമ്മരൊക്കെ ഒന്ന് പോയി അടിച്ചോരൊക്കെ വേണം. എന്നാ ഇജ്ജ് വേഗം വാ. എന്നാല് കുട്ടികളുണ്ടോ? എന്നായിക്കോട്ടെ. എന്നാല് തോന്നിയാണാവോ ഇപ്പൊ വരാന്. അപ്പൊ എന്താപ്പൊ കൂട്ടാന്? ഒരു കൂട്ടാനും ഇല്ലാത്ത നേരത്തെപ്പൊ ഇനി പോള് വരുന്നത്. അപ്പൊ എന്താ ഉള്ളാണോ പെണ്ണിനോട് ചോദിച്ചോക്കണം. നൈറ്റ് വെച്ച ഏടി എന്തമ്മ? പിന്നെ സാജി വരുന്നുണ്ട് അത്ര. എന്തേലും ഉണ്ടോ കൂട്ടാന്? കൂട്ടാൻ എന്താ ഈ ഇറച്ചി വരട്ടിയതുണ്ട്. പിന്നെ ചിരങ്ങ താളിച്ചതും ഉണ്ട്. അത് പോരെ? വൈകുന്നേരത്തിന് നമുക്ക് എന്തേലുമൊക്കെ ചെയ്യാം. ഒക്കെ മതി. വൈകുന്നേരത്തിന് എന്തേലുമൊക്കെ ചെജ്ജ. ആ കോഴിപ്പീടികേന്ന് ഒരു കോഴി വേറെ മേടിക്ക. എന്തേലും ചെജ്ജ. ഇനിയിപ്പോ ആകെ ലേസല്ലേ ഉള്ളൂ ഇപ്പൊ ആ ഇറച്ചി. ഇന്നലെ ഇപ്പൊ വാങ്ങിയതിൽ ബാക്കിയുള്ളതല്ലേ ഇപ്പൊ അത്. വൈകുന്നേരത്തിന് എന്തേലുമൊക്കെ കാട്ടാം. കൊറേ ദിവസമായില്ലേ വന്നിട്ട്. ഇപ്പൊ എത്ര ആയി ഓള് ഇങ്ങോട്ടൊന്ന് വന്നുകാണ്ട് പോയിട്ട്. ശരിയാണ് പറഞ്ഞത്. കൊറേ ആയല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ. ആ കുടിയിരുന്നതിന്റെ ശേഷം ആ ഒരൊറ്റ വട്ടല്ലേ ഓള് വന്നിട്ടുള്ളൂ. പിന്നെ ഓള് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്താണാവോ വരണം തോന്നിയത്. എന്തായാലും ഞാന് ഓള് ഏതായാലും വരികയല്ലേ. അപ്പൊ ഞാനും കുറച്ച് ദിവസത്തിന് എന്റെ പെരേക്ക് പോയാലോ? വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ. അപ്പൊ എന്നാ ഇന്നങ്ങട് പോവായിരുന്നു വിചാരിക്കണ്ട്. ഒരു ദിവസത്തെ മദ്രസ അല്ലേ പിന്നെ പോവുള്ളൂ. ഇന്നിജ്ജ് പോയിക്കോ. എന്നാ 2 ദിവസം പോയി നിന്നോ. എന്തായാലും ഇപ്പൊ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. അത് ചെയ്താളെ. ഇന്ന് വൈകുന്നേരം പോയിക്കോ. പിന്നെ ആ പണികളോട് കഴിച്ചങ്ങാണ്ട് വേറെ ഡൗട്ട് കയറിക്കോ. ഏത് നേരം ഇങ്ങനെ പണികളും ഇങ്ങനെ എടുക്കണ്ട. കഴിഞ്ഞ് അടുക്കളയത്ത് കഴിഞ്ഞേക്കണ്. ഇനി മുറ്റത്ത് ആ തിരുമ്പിയൊക്കെ ഒന്നുകൊണ്ട് ഉണക്കാൻ തന്നെ ഉള്ളു. വേറെ ഒന്നുമില്ല. ചെക്കനാണെങ്കി ഇപ്പൊ ഇന്ന് വിളിച്ചിട്ടില്ലല്ലോ. എന്ത് പറ്റിയാണാവോ? വിളിച്ചിട്ടില്ലേ? ഇനി പണിക്ക് പോയോ? ഒന്നും അറിയില്ല. അതിന്റെ ഒരു ഇടങ്ങേറ് ആലോചിക്കുമ്പോഴാണ് മനസ്സിന് എല്ലാ കാര്യങ്ങളും നോക്കണം ഇതിന്റെ ഉള്ളത്ത്. ഈ ചങ്ങായിക്ക് എന്തിനാ ഇപ്പൊ വിളിക്കണം? ഹലോ. ഞാൻ ഇവിടെ ചോദിക്കാനും അപ്പം ഇങ്ങോട്ട് എത്തിയിട്ടോ. ഞാൻ എപ്പോഴാ നിങ്ങളെ അടുത്തുനിന്ന് പോന്നത്? ഞാൻ ചോദിച്ചു നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ കിട്ടും. അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ചാലോ? അല്ലെങ്കിലും എന്റെ പെരക്കാർക്ക് ഒരു പറച്ചിലാണ്. നിങ്ങൾ എന്നും ഓരോ സാധനത്തിന് ഇങ്ങനെ പറഞ്ഞയക്കുകയാണെന്നുള്ളത്. വഷളാക്കല്ലേ നിങ്ങള്. ഞാൻ എന്തായാലും പൈസ കിട്ടിയിട്ടാണ്ട് വിളിക്കാം. എന്നിട്ടൊക്കെ എന്തേലൊക്കെ ചെയ്യാം നമുക്ക്. ശരി. പൈസ എന്നുള്ള ചിന്ത മാത്രം. അതിലൊക്കെ തുറന്നിട്ടിക്കണല്ലോ. ആരെന്നിപ്പോ അവിടെ ബെല്ലടിക്കുന്നത്?
വിജയന് ഞാൻ നീക്കാൻ നിക്കേന്ന് ആരാണാവോ വെച്ചിട്ട് വന്നാ. അല്ല എന്താ ഇങ്ങോട്ട് ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ പോയിട്ട് വേഗം പോന്ന്, അല്ലെങ്കിൽ വിളിച്ചാ പോലും ഇജ്ജ് വരൂലല്ലോ. എന്താപ്പൊക്ക് മുൻകൂട്ടിട്ട് പറഞ്ഞിട്ടോ കാണപ്പ നിങ്ങളെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ വിളിച്ചറിഞ്ഞില്ല പോരെ. അതൊന്നുമല്ല, എന്തേലും കാര്യം നേടേണ്ടി വരും, അതിന് വേണ്ടിട്ട് വന്നതേക്കാരല്ലേ എമ്മാടെ കുട്ടി. എനിക്ക് അങ്ങനെ തോന്നുന്നത്, അല്ല ഒന്നും ഇജ്ജ് വരൂലേ. എന്ത് കാര്യം? ഒരു കാര്യം നേടാനില്ല. ഇനിയിപ്പൊ നിങ്ങളത് പറഞ്ഞുണ്ടാക്കിക്കോളൂ. വെച്ച ബസ്സിന് കേറി വന്നിട്ട് വയ്യ മനസ്സിലായി. അയ്യപ്പളാ വന്ന്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളു താത്ത. എവിടെയാണ് ഇത്രയും ദിവസം? അങ്ങോട്ട് വരലെന്നല്ല. ആ കുടിരിക്കല് കഴിഞ്ഞ് കണ്ടതാ തന്നെ, പിന്നെ കണ്ടിട്ടില്ല. ഇത് എന്നും ഉമ്മാക്ക് ഇങ്ങനെ ഫോൺ വിളിക്കണ കാണാന്നല്ലാതെ. ഒരു 4 ദിവസമൊക്കെ വന്ന് നിന്നൂടെ എനിക്ക്, സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ? എവിടെ വരാൻ നേരം? അന്ന് ആ കുടിരിക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ തിരക്കായി, അതുകൊണ്ടാ പിന്നെ വരാഞ്ഞ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലൊക്കെ പുറത്തേക്ക് പോകുന്നല്ലാതെ. ഇജെന്തായാലും വന്നത് നന്നായുള്ളൂ. ഇന്നൊക്കെ 2 ദിവസത്തിന് വരേക്ക് പോവാലോ എന്ന് വിചാരിച്ചു ഞാന്. ആ കാര്യം ഇപ്പൊ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്തായാലും അധികം ദിവസം ഒന്നും ഉണ്ടാവൂലട്ടാ, 2 ദിവസേ ഞാൻ നിക്കുള്ളൂ. 2 ദിവസമെങ്കിൽ 2 ദിവസം. നിങ്ങൾ രണ്ടാളും ഇരിക്കേ, എനിക്ക് കുറച്ചും കൂടി പണികളുണ്ട്, കൂടി കഴിഞ്ഞിട്ട് വരാം വർത്താനം പറയാൻ. ആയിക്കോട്ടെ. പിന്നെ ഉമ്മ, നിങ്ങള് പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നിയിരിക്കുന്നു. എന്താണ് കാര്യം? ഞാനത് പറഞ്ഞപ്പോ ഇജ്ജ് എന്നോട് പറഞ്ഞേ അതൊന്നുമല്ല. എനിക്കറിയാലോ ഉമ്മയുടെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ. എന്താ എന്നിട്ട് പിന്നെ കൊണ്ട് നേടാനുള്ളത്? പിന്നെ ഒരു 10,000 ഉറുപ്പ്യ തരുമോ? 10,000 ഉറുപ്പ്യ? ഞാൻ എവിടുന്ന ആൾക്ക് 10,000 ഉറുപ്പ്യ ഒക്കെ ഉണ്ടാക്കുന്നത്? ഒരു ഉറുപ്പ്യ ഇതിന്റെ ഉള്ളിലില്ല. ഞാൻ തന്നെ ആ ചെക്കന്റെ കാര്യം ആലോചിച്ചപ്പോ സങ്കടപ്പെട്ടിരിക്കുക. അതിന് തിന്നലും ഇല്ല, കുടിച്ചലും ഇല്ല, ഉറങ്ങലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ. നല്ല പണിയെടുത്താൽ തന്നെ 10 ഉറുപ്പ്യ കിട്ടുള്ളൂ. അത് അതിന് നെട്ടോട്ട് കൊടുക്കും. ഈ പെരപ്പണി നടക്കുന്ന കാരണം ഒരു ഉറുപ്പ്യ ആ ചെക്കന്റെ അടുത്തില്ല. ഞാൻ എവിടുന്ന് എടുത്തിട്ട് എനിക്ക് തരുന്നേ? ഇക്കാക്ക് കുറച്ച് കടണ്ട്. ഓരാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒരു സൗകര്യം തരുന്നില്ലമ്മ. രാവിലെ ആയാലും പഠിക്കണ്ട് വന്ന് നിക്കും. അപ്പൊ പിന്നെ ആൾക്കാര് കാണുന്നത് മോശല്ലേ, അതുകൊണ്ടപ്പൊ ഞാൻ ഓട് ചോദിക്കാച്ചിട്ട് വന്നത്. ഞാൻ ആരേക്കൊന്ന് വാങ്ങി തരുന്ന ആൾക്ക്? ബെസ്റ്റ്. എനിക്ക് കടം കിട്ടുമ്പോ എനിക്ക് ഒലക്കെ കടം കിട്ടുക. ഞാൻ ആരോട് ചോദിക്കുന്നു? ഞാൻ ഓലെ ഒരു വള എന്തേലും ചോദിച്ചു നോക്കട്ടെ പണയം വെക്കാന്. അത് ഞാനൊരു 6 മാസം കഴിഞ്ഞ് അറുത്ത് കൊടുത്തോളാം. ഓളെ വള ഇജ്ജാണ്ട് ചെല്ലി. ഓനിപ്പ ഈ പെരപ്പണി നടക്കുമ്പോ അനക്ക് വള തരാൻ നിൽക്കന്നെ ഇക്കാരം. അനക്ക് ഇത്രക്ക് അന്തല്ലേ ഇവളെ? അന്റെ മാപ്പിളിനോട് ആരെടുത്തെങ്കിലും വാങ്ങിട്ട് കൊടുക്കാൻ പറയും. അത് ശരി. എന്നും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്താ ആൾക്ക്? എന്നും ഇപ്പൊ അനക്ക് ഉണ്ടാവോ തരാന്? എന്റെ അടുത്ത് ഒരു ഉറുപ്പില്ല. ഞാൻ അനക്ക് എത്ര ഉറുപ്പ്യ ഞാൻ അനക്ക് കടം വാങ്ങി തന്നിട്ട് ആ പാവം ചെക്കനാണ് ഒക്കെ വീട്ടിയിരിക്കണത്, പെങ്ങക്ക് കൊടുത്തതല്ലേന്ന് പറഞ്ഞിട്ട്. ആ കുടിരിക്കലിന് കണ്ടമാനം സാധനം അനക്ക് കൊടുന്നു തന്നീല് ഓന്. ഇനി അതിനും പോരായിട്ട് ഇനിയിപ്പോ 10,000 ഉറുപ്പ്യ എവിടുന്ന് എടുത്ത് തരാനാണ്? ചുണ്ടാതെ ഇജ്ജ് പോയിക്കോ. ഇനി ഓളോട് പോയി ചോദിക്കാന്ന് കളിക്കാൻ തരണ്ടി. എന്റെ ഇതിനാണിപ്പൊ ഇജ്ജ് വന്നിക്കണില്ല. 2 ദിവസം നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. 10 പൈസ ഇല്ലാത്തവർക്ക് മനുഷ്യന്മാര് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോളാ അനക്ക് ഇങ്ങോട്ട് പൈസ അങ്ങോട്ട് തയ്യില്ല എത്ര തന്നാലും. ഉണ്ടാതെ ഒരു 10 അവിടെ ഇരുന്നോ. പിന്നെ മാപ്പിള ഇങ്ങോട്ട് ഇവിടെ പറഞ്ഞേക്കാം. എന്റെ മോന്റെ വിചാരം ഇവിടെ മരത്തുമെന്ന് പൊട്ടിക്കാണെന്നേക്കാരല്ലേ? മാപ്പിള കണക്കാ, പെണ്ണുങ്ങളും കണക്കാ. ഈ ഉമ്മ ഇങ്ങനെ തന്നെയാണ്. മനസ്സിൽ എന്തിനേലും ഒരു കാര്യം ചോദിച്ചു വന്ന അപ്പൊ ഉമ്മാക്ക് എല്ലാത്തിനും ഓരോരോ തട്ടുമുട്ടുണ്ടാവും. ഓളിങ്ങനെ വന്നിക്കണ്. ഞാനും വിചാരിച്ചു എന്റെ ഒപ്പം നിക്കാൻ പൂതിയായിട്ട് വന്നതേ കാണിച്ചിട്ടാ. കരയുമ്പോ ഇങ്ങനെ തന്നെ ഇന്നുള്ളത്. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിട്ട് ഓളിങ്ങനെ വരുള്ളൂ. പൈസ കൊടുക്കായിട്ടപ്പോ. ഒന്നും കൂടി വെയിൽ കൊള്ളാണ്ടല്ലോ.
എന്തായാലും ചെയ്യാ അവിടെ തിരുമ്പേ നടക്കുന്നു. പോയി ചോദിച്ചു നോക്കാം. ഇവിടെ പണിക്കാരുണ്ടോ? എന്താ ഇങ്ങനെ സൗണ്ട്? താത്ത തിരുമ്പേ നോക്കുക. ആടി ഞാനേ ഇന്നലെ രാത്രി മഴ ചാറിയിരിക്കുന്നു തോന്നുന്നുണ്ട്. ഇനി അതാ മഞ്ഞിന്റെ എന്താന്ന് അറിയില്ല. ഒക്കെ ഒന്ന് നനവുണ്ട്. അപ്പൊ ഒന്ന് വെയിലത്തേക്ക് കൊണ്ട് ഇട്ടാല് വേഗം ഉണങ്ങല്ലോ വെച്ചിട്ടാണ്. ഇജ്ജ് അവിടെ പോയിരുന്നേരി പെണ്ണെ, ഈ വെയില് ഇങ്ങനെ കൊള്ളണ്ട. പിന്നെ നിങ്ങളെ ഒരു വള പണയം വെക്കാൻ തരുമോ? ഞാനൊരു 6 മാസം കൊണ്ട് എടുത്തു തരാം. കാക്കാക്കാണെങ്കിൽ കുറച്ച് കടങ്ങളുണ്ടേ, അത് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു തൊഴിലും തരുന്നില്ല. അല്ലടി അനക്കറിയില്ല എന്റെ ആങ്ങളുടെ സ്വഭാവം. ഒരു ഉറുപ്പ്യ ഞാൻ ചെലവാക്കണം എന്നുണ്ടെങ്കിൽ കണക്കാണ് ബോധിപ്പിച്ചു കൊടുക്കണം എന്റെ ആങ്ങൾക്ക്. ഈ പണ്ടൊക്കെ പണയം വെക്കാറിന് കാക്കാണ്ട് ചോദിക്കാതെ ഇപ്പൊ എങ്ങനെയാ ഞാൻ തരിക? കാക്ക അറിയണ്ട, അറിയാതെ തന്നാ മതി. ഞാൻ ഒരു 6 മാസം കൊണ്ട് എടുത്തു തരുമല്ലോ. എന്തായാലും ഇതിവിടെ ഉണ്ടല്ലോ, ഞാൻ കാക്കാനോട് ചോദിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പില്ലട്ടോ. ഇപ്പൊ പെരയുടെ പണിയൊക്കെ നടക്കല്ലേ, അപ്പൊ അതിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചതേന്ന്. ഇപ്പൊ എന്താ പറയുന്നതെന്ന് അറിയില്ല. എനക്കാണെങ്കി 6 മാസത്തിന്റെ ഇതിലല്ലേ, അതിന്റെ മുന്നേ പണി എന്തായാലും തുടങ്ങുന്നുണ്ടാവും. ഞാൻ നോക്കട്ടെ, ചോദിച്ചു നോക്കിട്ട് എന്നോട് പറയാം. നിങ്ങൾ ചോദിച്ചു നോക്കി എന്നാ ചോദിച്ചിട്ട് തരുമുണ്ടോ? ഞാൻ എടുത്തരണ്ട്. ചോദിച്ചു നോക്കട്ടെടി. എന്നിട്ടേ തീരെ ഉറപ്പില്ലാത്ത കാര്യാട്ടോ. പണി ഇങ്ങനെ നടക്കുമ്പോഴേ എന്തായാലും ഇപ്പൊ തരാൻ സാധ്യത ഇല്ല. എന്നാലും എന്തായാലും ചോദിച്ചതല്ലേ, ഞാൻ നോക്കട്ടെ. ഇതാണ് പോയിരുന്നോ? വെയിലാണ്. ആയിക്കോട്ടെ. ഇക്കാനോട് ചോദിക്ക. ചോദിച്ചോക്ക. എന്തായാലും ഞാൻ ചോദിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. പെങ്ങള് ചോദിച്ചിട്ട് നീ പറഞ്ഞില്ലാന്ന് പറയും. സൗണ്ടൊക്കെ പോയല്ലേ ഇപ്പൊ വെയിലത്തുനിന്ന് വന്നിട്ട്. പൈസക്ക് ഇപ്പൊ എന്താ കാട്ടോ? ഒരാണെന്നുണ്ടെങ്കിൽ കാക്കാനോട് ചോദിക്കാതെ തരൂല്ല. എത്ര ഒരു പെൻസിൽ ഇതൊക്കെ എന്റെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലേ ആകെ ഒരൊറ്റ പെട്ടി പെൻസിലാ തന്നത്. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടാണ് ഒന്നും തരാത്തത്. പിന്നെ എന്തൊക്കെയുള്ളതെന്ന് ആർക്കറിയാം. എത്രയൊരു കമ്മലോളാണ് ഇതിന്റെ ഉള്ളിലെന്ന് അറിയോ? രസമുണ്ട്. തോലെ വാളല്ലേ. എന്തായാലും പോലും വാളൊന്നും തരാൻ പോണില്ല. അപ്പൊ എന്നാ ഇതാണ്ട് എടുത്തു കൊണ്ടുപോവാം. കാണുന്നില്ല. പോല് പുറത്താണ്, ഇന്നും പുറത്താണ്. ഉണ്ടണ്ട പേറ്റ് വേഗം പോവാൻ നോക്കാം. ഇമ്മ എന്താടി? ഞാൻ പോവാട്ടാ. അന്നപ്പോ 2 ദിവസം നിക്കാൻ വന്നിട്ട് ഇപ്പൊ ഇന്ന് തന്നെ പോവാണ്? അല്ലേ ഇക്ക വിളിച്ചിന്ന് വേഗം ചെല്ലാൻ പറഞ്ഞു. കാണ്ടിക്കാക്ക് കൊടുക്ക പോണത്ര. ആരോട് പൈസ ചോദിക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാനത് പോട്ടെ. എല്ലാത്തൊരു കഥ. എന്ന് വെച്ചാ എന്തായാലും പോവല്ലേ, ചോറും കൂടി നിന്നിട്ട് പോയിക്കാ. ചോറും കൂട്ടാനൊക്കെ കണക്ക് വേണ്ടിട്ട് ആ പെണ്ണ് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പൊ ഞാൻ തിന്നിട്ട് പോയാ മതി. അല്ല ഇക്ക് ചോറൊന്നും വേണ്ട. ഇനിയിപ്പോ ബസ് കിട്ടൂല, നേരം കുറെ അയക്കണം. ഇനിയിപ്പോ എന്തായാലും ഈ നേരത്ത് ബസ്സിനൊന്നും പോകണ്ട. ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചേരാ, എന്നിട്ട് അതില് പോയിക്കോ. ഇനി ബസ്സും വലിഞ്ഞു കയറി പോയിട്ട് ഇനി എപ്പ എത്താനാണ് അങ്ങോട്ട്? ഇനിയിപ്പോ എന്തായാലും ഓട്ടോറിക്ഷ വരട്ടെ, എന്നിട്ടൊക്കെ പോവാ. ഒന്നും സമ്മതിക്കൂലേ. ഏത് വള ഇപ്പൊ കൊടുക്ക? ഇപ്പൊ ഇക്കാനോട് ചോദിക്കാതെ ഇനിയിപ്പോ എന്നെ ചീത്ത അറിയണം. എന്തായാലും വിളിക്കട്ടെ, വിളിച്ചിട്ട് കൊടുക്ക. എടുത്തൊക്കെ എന്തായാലും. ആകെ 2 വളയാണല്ലോ ഉള്ളു.
ഒരു വളരും കാണണല്ലോ. അച്ഛനെ കാണാനില്ല. ഇമ്മ, നിങ്ങളെന്റെ ഒരു വള കണ്ടിരുന്ന ഒരു 1.5 പവന്റെ അപ്പൊ കാണാനില്ല തെരഞ്ഞിട്ടേ. നിങ്ങൾ റൂം എന്തെങ്കിലും തട്ടി കൂട്ടുമ്പോഴായിട്ട് കിട്ടിയോ? വള കാണാനില്ലാന്നോ? അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നല്ലപോലെ ഒന്ന് തെരഞ്ഞു നോക്ക്. ഇജ്ജ് എവിടെ ഊരി വെച്ചെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവോ അത്? ഇല്ലമ്മ, അവിടെ ഒന്നും കാണാനില്ല. ഞാൻ കൊറേ നേരമായി നോക്കണ്. ഞാന് ഇന്നലെ ഊരി വെച്ചതാ. കല്യാണം കഴിഞ്ഞ് വന്നിട്ടേ ആ ഊരി വെച്ചതേന്ന്. പെട്ടിയിൽ തന്നെ ഞാൻ വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കാണാനില്ല. ഇനിയിപ്പൊ വെന്റിലേറ്റർ ഉണ്ടായിട്ട് ഇനി പോയോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത് നിങ്ങളോട്. ഇതിപ്പോ നല്ല കഥ. ഇതൊക്കെ എവിടെ പോവാനാണ്? ഈ പെരന്റെ ഉള്ളിൽ ഇപ്പൊ ആരപ്പ എടുക്കാനുള്ളത്? ആ കുട്ടി ഇനി എവിടെയും കൊണ്ടുപോയിട്ടിട്ടാണാവോ? അവിടെ കട്ടിന്റെ ചോട്ടിലും അൽമറയുടെ ഇടയിലൊക്കെ ഒന്ന് നോക്കി നോക്ക്. അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ചെല്ലി. പേടിയാവുന്നുണ്ട് ഉമ്മ. എവിടെയെങ്കിലും ഒക്കെ ഊരിയിടും. എന്നിട്ട് കാണാനില്ലാന്ന് പറഞ്ഞ നിലയും മൂലയും കൂടുക. ഓള് അറിഞ്ഞിരിക്കണു. എന്താ കാട്ട? അല്ല, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മണ്ടണേ? എന്താണ്? ഇന്റെ ഒരു വള കാണാനില്ലേ? ഞാനാണെങ്കിൽ ഇന്നലെ കല്യാണത്തിന് പോയിട്ട് അവിടെ ഊരി വെക്കും ചെയ്തതാണ്. ഇപ്പൊ എങ്ങാനും ഒട്ടും തെരഞ്ഞിട്ട് കാണാനില്ല. ഇജ്ജത്തെ കണ്ടീന്ന് ആ റൂമില് എവിടെയെങ്കിലും കിടക്കണത്? ഇനിയിപ്പൊ കുട്ടിയായിട്ട് വലിച്ചെറിഞ്ഞോ അതും അറിയില്ല. ഞാൻ കാണേ? ഞാനെങ്ങനെ കാണുക? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇന്നെയാണല്ലേ കള്ളത്തിയാക്കണത്? ഞാനല്ല ഇപ്പൊ വന്ന് കേറിയതില്ല ഇവിടെ. എനിക്ക് നിങ്ങൾ എന്തായാലും ഒരു സാധനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചോദിക്കാതെയും പരാതി. സംഭവം ശരിയാണ്. ഞങ്ങക്ക് കട ഉണ്ട്. അതിന് നിങ്ങളോട് വള ചോദിച്ച് നിങ്ങൾക്ക് കാക്കാനോട് ചോദിക്കണം എന്ന് പറഞ്ഞ്. കക്കാനൊന്നും എന്തായാലും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ അതിന് അങ്ങനെ ചോദിച്ചതല്ലടി. ഇത് കണ്ടുക്കോന്ന് ഞാൻ ചോദിച്ചതല്ലേ. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത്? എന്താണ് ഇവിടെ രണ്ടാളും കൂടി എന്നും ഇല്ലാത്തൊരു വർത്താനൊക്കെ ഇപ്പൊ? എന്താണ് എന്താ എന്റെ വർത്താനം ഇങ്ങനെ ഉറക്കനെ കേക്കണ്? ഓല് പറയാണ് ഞാനാണ് വളർത്തിക്കണെന്ന്. ഞാനല്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കേറി വന്നിക്കണത്. ഓൽക്ക് ഇന്നെ തന്നെയാണ് സംശയം. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും. അതല്ലമ്മ, ഞാൻ ഓളോട് ജസ്റ്റ് ചോദിച്ചു എന്നുള്ളു. ഇതേറ്റാണ് എവിടെയെങ്കിലും കിടക്കണ എന്തേലും കണ്ടീന്നോന്ന്. ഞാൻ ഓള് എടുത്തുക്കണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലമ്മ. ഇക്കറിയാലോ ഓളിപ്പം ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളൂ. ഓളൊന്നും എടുക്കൂലെന്നുള്ളത്. ഞാൻ ഈ കുട്ടിയേറ്റ് വലിച്ചിട്ടിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കണ കണ്ടോന്ന് ഞാൻ ഓളോട് ചോദിച്ചേ. ഇങ്ങനെ പറയുന്ന ഞാനും ഓർത്തില്ല. സോറി അടി. ഞാൻ അപ്പത്തെ ഇതിലാണ് ചോദിച്ചു പോയതാണ്. ക്ഷമിക്ക. ഓള എന്നോട് ചോദിച്ചിട്ടല്ലോ ഇജ്ജ് കണ്ടീന്നോന്നുള്ളത്. ഓള ഇജ്ജ് എടുത്തുക്കണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ അനക്ക് ഇത്രക്ക് പൊള്ളാനി? ഇജ്ജാത്ത എടുത്തത്? ഞാൻ ഇട്ടിട്ടില്ല എന്നല്ല എന്നോട് പറഞ്ഞത്. എല്ലാത്തൊരു കഥ തന്നെ. ഇനിയിപ്പൊ അതിന് വേണ്ടിട്ട് ചീട് വന്നിക്കണ ഒച്ചമൂലി ഉണ്ടാക്കാനില്ലേ? അന്നൊക്കെ മഴ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഒന്നും പറയാൻ പാടില്ല നിങ്ങളോട്. എല്ലാ തെറ്റും ഇന്റെ തന്നെ. വരണ്ടി ഉണ്ടായിരുന്നില്ല അങ്ങോട്ട്. ഒക്കെ പറയപ്പോ ഇത് കാണാതാവുന്നൊക്കെ. ഈ പെണ്ണിപ്പൊ ഇതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടിരിക്കണെന്ന് ആർക്കറിയാ? എവിടെയൊക്കെ ഊരി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ മറ്റോളായിട്ട് എടുത്തുകണോ?
ഓള് നേരക്ക് ചാടണമെന്നുണ്ടെ ഇപ്പൊ എന്തേലും ഒരു കാര്യം ഇല്ലാതെ പോയി ചാടും. ഇക്കപ്പളേ സംശയം ഉണ്ടായിരുന്നോളെ. പിന്നെ ഞാൻ എന്റെ മകളെ സംശയിക്കാന്ന് പറഞ്ഞാല് അത് ശരിയല്ലല്ലോ വെച്ചിട്ടാണ്. ഓളെ ഈ വരവും ഓളെ പോക്കൊക്കെ കണ്ടപ്പോ തോന്നിയേക്കണ് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇതും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാണ്. നോക്കളെ കൊടുക്കണ്ടായി. സാജിയെ സാജിയ ആദ്യ എന്തമ്മ ഇജ്ജെപ്പളാ പോണെന്ന് പറഞ്ഞത്? എപ്പൊ പോവും? ആ അല്ല നിങ്ങളെന്താ എന്റെ ബാഗും കുടിച്ച് എടുക്കണ്? ഒന്നല്ല ഇവിടുന്ന് കിട്ടിയപ്പോളേ ഒന്ന് കജ്ജ് കുടിച്ചാ നോക്കിയതാ. ഇതെന്താ ഇതിന്റെ ഉള്ളിന്ന് കിട്ടിയതാണിത്. ഞാൻ എടുത്തോന്നല്ല, ഇതിപ്പോ എങ്ങനെ എന്റെ ബാഗിൽ വന്ന്? ഇക്കറിയില്ല. അനക്കറിയില്ലല്ലേ ഇത് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്നുള്ളത്? 2 ദിവസം നിക്കാൻ വന്ന അനക്ക് ഇന്നെ പോണം. അന്റെ മാപ്പിള ഇപ്പൊ തന്നെ അനക്ക് വിളിക്കുന്നുണ്ട് അല്ലെ? ആ പെണ്ണ് കേക്കണ്ട ഞാൻ ഇതൊക്കെ പറയണത്. പെണ്ണിന് എന്നോട് പിറപ്പ് വയ്ക്കാരാം. ഇമ്മ നിങ്ങൾ ഓരോട് പറയില്ല ഇമ്മ, ഒരു തെറ്റ് പറ്റിയതാണ് എന്റെ അടുത്ത്, ഇനി ഉണ്ടാവൂല. എങ്ങനെയാണ് എന്റെ പള്ളിയിൽ വന്ന് ജനിച്ചത്? ആൾക്കാരിടയിൽ വസളാക്കാൻ വേണ്ടിട്ട് ഓളെ വാപ്പി ഇന്നും തന്ന മുതലാണിത്. ഇത് ഇജ്ജ് എടുത്തുക്കണെന്ന് പറഞ്ഞാലേ അതിന്റെ കുറച്ചില് നിക്കും എന്റെ മകൻക്കുമാണ്. നമ്മുടെ അനക്ക് അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഇപ്പൊ പോണ ഇതിന്റെ ഉള്ളിന്ന് ഇനി മേലിന് ഇമ്മേനെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കേറാൻ പാടില്ല. ആ പെണ്ണ് ഈ നേരം വരെ നുലോത്സങ്ങാണ്ട് നടക്കുന്നത് കാണായിട്ട് അന്നോടൊന്ന് ചോദിച്ചേന് അപ്പോതിന് ഇജ്ജെന്താ പറഞ്ഞേ? ഇന്നെ കള്ളിയാക്കുകയാണ്, ഇന്നെ കള്ളത്തി ആക്കുകയാണ്. ശരിക്കും ആരാടി കള്ളത്തി? അനക്ക് നാവില്ലല്ലോ ഒന്നും പറയാന്. ഇജ്ജ് കക്കലും തുടങ്ങിയില്ല എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. എന്റെ അടുത്ത് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇറങ്ങണ ജിബിടുന്ന് എന്നോട് പറയാൻ തന്നെ നിക്കണ്ട, വേഗം വിട്ട ജിബിടുന്ന്. അതാ എനിക്ക് നല്ലേ. കുറച്ചോനെ ആണ്ടുണ്ടായിരുന്നില്ല, അവനോട് ചോദിച്ചിട്ട് തരുമായിരുന്നു. ഞാൻ എന്തിനപ്പ എടുത്തത്? ആകെ പ്രശ്നമാവില്ല, ഇമ്മ അതാകെ പ്രശ്നമാക്കി എടുക്കും. തീരെ ഇങ്ങോട്ട് വരാൻ പറ്റാതാവും. പക്ഷെ നിക്കാനോട് ഞാൻ എന്താ പറയാ, പേടിയാവുന്നുണ്ട്. എവിടെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൊരു ബോധം കൂടി ഇല്ല എനിക്ക്. പേടി ഇന്നാ എന്റെ വള ഇത് ഇവിടുന്ന് കിട്ടിമ്മ. ആ കട്ടിന്റെ ചോട്ടിലാ കട്ടിലിന്റെ കാലിന്റെ അവിടെ കിടന്നീന്ന് ഒക്കെ നോക്കണ്ട ജി. എവിടെയും തരാതെ ഇവിടെ അന്ന് ഇങ്ങനെ ഇരുന്ന് തൊലോത്സൊക്കെ ആവുവോ? ആ ചെക്കനെ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാൻ പാകെ ബേജാറായിട്ട് ഇരിക്കേന്. ഇതെങ്ങനെ പോയിട്ടുണ്ടെങ്കി ഇക്ക എന്നെ കൊല്ലും. നിങ്ങക്ക് അറിയാലോ പെരയുടെ പണി നടക്കല്ലേ ഇപ്പൊ. ഇത് ആലോചിച്ചിട്ടാ ഇക്കന്നെ പെരയുടെ പണി പൊടുക്കാൻ നിക്കണ്. അതുകൂടി ഞാൻ കൊണ്ടുപോയി കളഞ്ഞിക്കണ അറിഞ്ഞിട്ടുണ്ടെങ്കില് തീരുമാനാവും. ഇപ്പൊ എന്തായാലും സാധനം കിട്ടിയല്ല എന്നെ വലിയ ഇത്, അല്ലെങ്കിൽ ഓൻ പിന്നെ ചാടി കളിക്കലോ തുടങ്ങും. സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വള എന്നോട് ചോദിക്കും ചെയ്തീന്, ഓൾക്ക് എന്തോ കട ഉണ്ട് പറഞ്ഞിട്ട് 6 മാസത്തിന് പണയം വെക്കാനാന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഇക്കാനോട് ചോദിച്ചിട്ട് ഇത് കൊടുക്കാം. ഞാൻ ഇതിന് വേണ്ടിട്ട് തെരഞ്ഞത് തന്നെ, അപ്പളപ്പൊ ഇത് കാണാനില്ലാന്ന് പറഞ്ഞത്. ഓൾക്ക് ഇപ്പൊ എന്തായാലേ എന്റെ വള കിട്ടിയിട്ടൊന്നും വേണ്ട ഓൾക്ക് ഓളെ കടങ്ങൾ വീട്ടാന്. ഓളെ മാപ്പിള പിന്നെ എന്തിനുള്ളതാ? ഓളെ മാപ്പിളാണ് കൊടുത്തോളൂ എവിടുന്നേലും കടം വാങ്ങിങ്ങാണ്ടൊക്കെ. എന്നും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ നമ്മളെടുത്ത് കൊടുക്കാണ്ടാവോ? ഇത് കാണിച്ചു കൊടുത്താ പിന്നെ അതിനെന്നെ നേരം ഉണ്ടാവും. ചായ എടുത്തിട്ടാണ് കയ്യുമ്മ ഇട്ടാളാ. അല്ല മോള് ചോദിച്ചിട്ട് നമ്മള് കൊടുത്തില്ലെങ്കിൽ മോശല്ലേ? ഒരു മോശമില്ല, ഞാൻ പറഞ്ഞത് കേട്ടാ മതി ഇജ്ജ്. ആ നിങ്ങൾ നല്ലപോലെ നോക്കിക്കാളാ ഞാൻ അതൊക്കെ. അമ്മയോളം കൂടി ഇരിക്കോളൂ.